നമസ്കാരം. SFI പിള്ളേർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മറ്റേ അങ്ങേരെ കലിപ്പിലായിട്ടുണ്ട്. ആരെന്നല്ലേ? ഉസ്മാന്റെ ഒരു അടാർ ഡയലോഗ് എത്തിയിട്ടുണ്ട്. അതായത് ഇനി KSU പിള്ളേരുടെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ, ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല അത്രേ. ആ യൂണിവേഴ്സിറ്റി യൂണിയനെ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായ അക്രമം അഴിച്ചുവിടുകയാണ്. കുട്ടികളെ പല ഭാഗത്തായി ഭീകരമായി മർദ്ദിക്കുന്നു. പത്തനംതിട്ടയിൽ കാത്തലിക്കൽ കോളേജിൽ KSUക്കാരെ മർദ്ദിച്ചു. എല്ലായിടത്തും വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. അതിനെ ശക്തമായി അപലപിക്കുന്നു. പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണ്. KSU പ്രവർത്തകരെ ഭീകരമായി മർദ്ദിക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കണം. അത് ഞങ്ങൾ ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കില്ല. സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് പോകാൻ പാടില്ല. അതായത് ഉസ്മാൻജി പറഞ്ഞു വരുന്നത്, ഇത്രയും നേരം അവന്മാർ അവിടെ കിടന്ന് വാങ്ങിച്ച് കൂട്ടിയപ്പോൾ ഞാൻ കൈയും കെട്ടി നോക്കി നല്ല ആസ്വദിച്ചിട്ടുണ്ട്. കിട്ടട്ടെ കുറച്ചുകൂടെ കിട്ടട്ടെ എന്നിങ്ങനെ കൈയും കെട്ടി നോക്കി ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. നമ്മുടെ നാട്ടിൽ പറയില്ലേ, എണീറ്റ് എന്ന് ഒന്ന് ഇതിനുള്ള ശേഷിയില്ല. അതിറങ്ങി ഇന്നത്തെ കാലത്തെ പിള്ളേരടുത്ത് പറയാണ് കൈയും കെട്ടി നോക്കിയിരിക്കില്ല. എന്ത് ചെയ്യും? ഹലോ ഉസ്മാൻ, നമ്മളെ പിള്ളേരുമായിട്ട് ഇങ്ങോട്ട് പോവാ. പിള്ളേരാരൊക്കെയാണ് എണീറ്റ് കിടക്കാൻ വയ്യാതെ ഈ വീൽ ചെയറിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയതും പിന്നെ പിടിച്ച് നടക്കണം. അതായത് ഒരു ചുവരോ ഒരു അടുത്തൊന്നും കമ്പില്ലെങ്കിൽ പിടിച്ച് നടക്കാൻ പറ്റാത്തതാണ് ടീം. ആ ടീമിനെയും കൊണ്ട് വരുമെന്നായിരിക്കും പറയുന്നത്. ഈ ഡയലോഗ് അടിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ട എൻ്റെ ഉസ്മാൻജി. പിള്ളേർക്ക് ചെന്നിത്തലയെന്നൊന്നും പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. പുതിയ കാലമാണ്. അവരെ മുന്നിൽ ചെന്ന് കടന്ന് ആ ഊന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ സമയം ചിലപ്പോൾ ആലുവ മണപ്പുറത്ത് കാക്കിക്ക് കൊടുക്കേണ്ട അവസ്ഥ വരും. അതായത് ഈ ബലിയിടുമെന്നൊക്കെ പറയും. അതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് വെറുതെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ സ്വന്തം കൂടെ നിൽക്കുന്ന പിള്ളേരെ മര്യാദ പഠിപ്പിക്കാത്തതുകൊണ്ട് അവരുടെ കയ്യിരിപ്പ് കൊണ്ട് വാങ്ങി കൂട്ടുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ തിണ്ണമിടുക്ക് കാണിക്കാൻ പരിശ്രമിക്കുമ്പോൾ കാര്യമായിട്ട് ചിലപ്പോഴൊക്കെ കിട്ടിയെന്നിരിക്കും. അതിപ്പോ ഉസ്മാൻജി തന്നെ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരാൾ വഴിയെ പോകുമ്പോൾ ആവശ്യമില്ലാതെ നിങ്ങളെ ചൊറിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ മറ്റേ കയ്യും കെട്ടി ഗാന്ധിനായിരിക്കില്ലല്ലോ. നിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കില്ല. അതേ SFIക്കാർ ചെയ്തോളൂ. ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട അതിൽ വീഴ്ച വരുത്തിയാലെ ചോദ്യം ചെയ്താൽ ഉടനെ കയ്യേറ്റം ചെയ്യും. ആള് കുറഞ്ഞുകൊണ്ട് ഞങ്ങൾ എത്തിയ ആളുണ്ട് വളഞ്ഞിട്ടങ്ങ് അടിച്ചളയാന്ന് വിചാരിച്ചാൽ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. വല്ല ഉസ്മാന്മാരെയൊക്കെ ഫോൺ എടുത്ത് വെച്ച് വിളിക്കണ പോലെ അല്ലത്. ക്യാമ്പസുകളെ കുറിച്ചൊക്കെ വല്ല അറിയോ ഇന്നത്തെ? അതായത് ഏത് രീതിയിലാണ് ഏറിപ്പോണമെന്ന് പോലും അറിയാൻ പറ്റില്ല. ചുമ്മാ ഈ ഗീർവാണം അടിക്കാനും മാധ്യമ കോലുകൾക്ക് മുന്നിൽ പിന്നെ ഞങ്ങള് ഡയലോഗ് കീച്ചാൻ ആരെങ്കിലും ഞങ്ങളെ വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഇമാതിരി വിടുവായത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്. അത് കേട്ടിട്ട് ആർഷോയൊക്കെ അങ്ങ് മുള്ളിപ്പോയിട്ടുണ്ട് കേട്ടാ. SFIക്കാർ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് കളത്തിയിറങ്ങാം. ഗിർ സുധാകരനെ കൂടെ വിളിച്ചോളാം. ഇതുപോലെ നമ്മൾ ചേലക്കരയിലും കണ്ടതാണ്. ഗിർ സുധാകരന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെന്ന് ഇതുപോലെ അവിടുത്തെ പാവപ്പെട്ട CPMകാരും DYFIക്കാരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രചരണ യോഗത്തിൽ ആള് കൂടി നിന്ന് ഇതുപോലെ ചെറിയ ചൊറിച്ചിലുകൾ നടത്തിയവരെ എടുത്തിട്ട് പൊങ്കാലയിടുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് ഗിർ സുധാകരൻ പറഞ്ഞു നടന്നു, നമുക്ക് പോയി അടിക്കാം, ഞാനും കൂടെ വന്നിട്ട് നമുക്ക് ഞായറാഴ്ച ഇരുന്നേ അവിടെ പോയി നിരത്താം. ആ വഴി പിന്നെ പോയിട്ടില്ല. ഈ ഡയലോഗ് അടിക്കണതിന് 10 പൈസയുടെ ചെലവില്ലാത്തതുകൊണ്ട് നമ്മൾ അതങ്ങ് അടിച്ചങ്ങ് തകർക്കും. അത് അവർക്ക് കാണുമ്പോൾ ചെന്നിത്തല ജി ഉണ്ട് എന്നുള്ളതാണ്. ഉസ്മാൻജി ഓടിയ ഓട്ടത്തിന് ഇതുവരെ പില്ലു കുളിർക്കാത്ത ഏരിയ ഉണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഒന്നും KSUവിന് വേണ്ടി ഇതുവരെ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കർണാടിന്റെ വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ടുണ്ട്, പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം മറ്റൊരു പ്രവൃത്തിയും ചെയ്തിട്ട് കടന്നു വന്ന ആളല്ല. ഈ പൗഡർ കുട്ടപ്പെടുന്നുള്ള എല്ലാവർക്കും അറിയാലോ. പിന്നെ പാവപ്പെട്ട KSUക്കാരന്മാർക്കൊരു വല്ലാത്ത പ്രചോദനവും എൻ്റെ അടുത്ത് ഇനിയിപ്പോ എത്തി താല്പര്യം ഉണ്ടാകട്ടെ എന്ന് കരുതി ഈ ഡയലോഗും കൊടുത്ത് അല്ലെങ്കിൽ പ്രചോദനവും കൊടുത്ത് ആ പിള്ളേരെ കയ്യിരിക്കുന്ന കുത്ത് വീണ്ടും വാങ്ങി കൊടുക്കാന്നല്ലാതെ അവരുടെ വീട്ടുകാർക്ക് അതുകൊണ്ട് നഷ്ടം ഉണ്ടാക്കാമെന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ചെന്നിത്തല ജിയെ കൊണ്ട് ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ലെന്ന് കോൺഗ്രസ്സുകാർക്കും അറിയാം, അങ്ങേർക്കും അറിയാം. എന്നതിനപ്പുറം ഈ ഡയലോഗ് ഒന്നും ഒരു അംശം പോലും ടെലികാസ്റ്റ് ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. പക്ഷേ വാർത്താ കച്ചവടത്തിന്റെയും കൊട്ടേഷൻ എടുത്തതിന്റെ അടിസ്ഥാനത്തിലും മാസപ്പടി കിട്ടുന്നത് കൊണ്ടും ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ആത്മരതിക്ക് അവസരം ഉണ്ടാക്കുകയും ചാനലിന് മാസപ്പടിയായിട്ട് കുറച്ച് പൈസ കിട്ടി എന്നതിനപ്പുറം ഒരു ചുക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.